കേരളത്തിൽ BJP നിർണായക ശക്തിയായി മാറുന്നു എന്നുള്ളത് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മുൻപ് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന് BJPക്ക് അനുകൂലമായ തരത്തിൽ വിജയത്തിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് നോട്ടം. തമിഴ്നാടും കേരളവും പേരെടുത്തു പറയും. കേരളം പിടിച്ചിരിക്കും എന്ന് പറയും. അമിത്ഷാ ഒരു 3 മാസത്തിനു മുമ്പ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറയുകയുണ്ടായി 2026 BJP കേരളം ഭരിക്കും എന്ന്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കുക, കോർപ്പറേഷൻ ഭരണം ആദ്യം പിടിക്കൂ, പിന്നീട് സംസ്ഥാനം പിടിക്കാം എന്ന് അമിത്ഷാ പറഞ്ഞത് പിൽക്കാലത്ത് യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഹ്ലാദ തിമിർപ്പ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഇപ്പോൾ ഡൽഹി വിട്ടും കേരളം വിട്ടും BJP തിരുവനന്തപുരം പിടിച്ചെടുത്തതിൻ്റെ സന്തോഷം അലതല്ലുകയാണ്. പശ്ചിമ ബംഗാളിലെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിൽ വെച്ച് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടിയെടുത്തു എന്ന് പറയുമ്പോൾ BJP കേരളത്തിൽ എത്രത്തോളം ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ BJPക്കകത്ത് യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഗ്രൂപ്പുകളുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. മറ്റാരെങ്കിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രംഗത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും ഗ്രൂപ്പ് തിരിഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമായിരുന്നു. കേരളത്തിൽ എന്താണ് NDA ഇത്തവണ കേരളത്തിൽ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള ഒരു ചോദ്യം രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പത്രമാധ്യമത്തിന് നൽകിയ മറുപടി, കേരളത്തിൽ ഇത്തവണ വരുന്ന സർക്കാരിൽ NDA നിർണായക ശക്തിയാവും, ആര് ഭരിക്കണമെന്ന് NDA തീരുമാനിക്കും. ഇത് വെറും വാക്കല്ല. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ അത് കാണിച്ചു കൊടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാവും, കേരളം ആഗ്രഹിക്കുന്ന മുന്നേറ്റം. ഇപ്പോൾ 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഉണ്ടായ വിജയമെന്ന് പറയുന്നത് വൻ വിജയമാണ്. പലരുടെയും പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP പിടിക്കില്ല എന്ന് ചില നിരീക്ഷകർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രവചനങ്ങൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട്, കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് BJP ഭരണത്തിലേക്ക് കയറിയത്. ഇത് വലിയൊരു ആവേശമുണ്ടാക്കി. ഇപ്പോഴും പറയുന്നുണ്ട് പലരും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ തെറ്റിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്, NDA 26-ൽ കേരളം ആര് ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ NDA തീർച്ചപ്പെടുത്തും, നിർണായക ശക്തിയായിട്ട് മാറും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, 3 മാസത്തിനു മുമ്പ് അമിത്ഷാ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയ കാര്യം, കേരളം ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ടോ? എവിടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ തൃശ്ശൂരിൽ വെച്ചൊരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടിയാണ്. അത് നേമത്ത് തന്നെ മത്സരിക്കും. 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം എന്താണെന്ന് മനസ്സിലാക്കി. തിരുവനന്തപുരത്തെ വോട്ടർമാരും രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നും അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണെന്നും തിരുവനന്തപുരത്തിന് അദ്ദേഹത്തിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തൊക്കെ നേടിത്തരാൻ കഴിയും എന്നുള്ളതും തിരുവനന്തപുരത്തെ വോട്ടർമാർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് നേമം നിയമസഭാ മണ്ഡലത്തിലുള്ള വാർഡുകളിൽ നല്ല പങ്കും BJPക്ക് അനുകൂലമായി മാറിയത്. നേമവും
കഴക്കൂട്ടത്തും അതുപോലെ തന്നെ തൊട്ടു പിന്നാലെയാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള വാർഡുകളും BJPക്ക് അനുകൂലമായി മാറി. ഇതൊക്കെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം നേടിയെടുക്കാൻ സാധിച്ചത്. എന്താണ് BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കുന്നത്? വികസിത കേരളം, അഴിമതി രഹിത കേരളം, സുരക്ഷിത കേരളം, വികസനത്തിൽ മോദി സർക്കാരിൻ്റെ മാതൃക കേരളവും പ്രകടിപ്പിക്കും. പിന്നെ അഴിമതി ഇത്രയും കാലത്തിനിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഏതെങ്കിലും അഴിമതി ആരോപണം ഉണ്ടായോ? കോൺഗ്രസിൻ്റെ കാലവുമായി ഇന്ന് ജനം താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇത് കേരളത്തിന് വളരാനുള്ള ഒരു വലിയ വഴിയാണ് തുറന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് UDF അധികാരത്തിൽ വരും എന്നൊക്കെ ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. UDF കണക്ക് കൂട്ടുന്നുണ്ട്, 100 സീറ്റ് നേടും, 110 സീറ്റ് നേടും എന്നൊക്കെയുള്ള കണക്ക് കൂട്ടൽ. UDF വന്നു കഴിഞ്ഞാൽ ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൂചനകളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പദം ചോദിക്കില്ല എന്നുള്ളത്. അതൊക്കെ വെറും പൂശൽ മാത്രമാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതും കേട്ടതുമാണ്. 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ വലിയ ഒരു കലഹവും ഒടുവിൽ അത് നേടിയെടുക്കുകയും കോൺഗ്രസ് അതിന് വഴങ്ങുകയും ചെയ്തത്. ഇപ്പോഴും കോൺഗ്രസ് അതിന് വഴങ്ങും, ലീഗിൻ്റെ തീരുമാനത്തിന് വഴങ്ങും. ഇപ്പോൾ ലീഗ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് പോവുകയാണ്. എന്തുകൊണ്ട്? ഇനി 26ലും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നുണ്ട്. കോൺഗ്രസുമായിട്ട് സീറ്റ് വെച്ചു മാറാൻ തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ കോട്ടകളിൽ സീറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ജോസ് കെ മാണിയെ ഇപ്പുറത്ത് എത്തിക്കുക, എത്തിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഞങ്ങൾ തരാം. സുരക്ഷിത ഇടം തിരുവമ്പാടിയിൽ സുരക്ഷിതമായിട്ട് എത്തിച്ച് വിജയിച്ച് ഞങ്ങൾ മന്ത്രിപദം വരെ എത്തിക്കാമെന്നാണല്ലോ ജോസ് കെ മാണിക്ക് വാഗ്ദാനം നൽകിയത്. ജോസ് കെ മാണിയെ വലയിൽ നിർത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന അധ്വാനം ഒടുവിൽ വന്ന് KM മാണിക്ക് സ്മാരകത്തിന് തിരുവനന്തപുരത്ത് 30 സെന്റ് സ്ഥലം 30 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുന്നു. ഇനി ആ സ്ഥലം ഈ കേരള കോൺഗ്രസിൻ്റെ കൈക്കുള്ളിൽ തന്നെ ഇരിക്കും. പാട്ടക്കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരിക്കലും അത് പിന്നീട് തിരികെ കിട്ടുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അങ്ങനെ സ്മാരകം കൊടുത്ത് അതിനു മുമ്പ് നമുക്കറിയാം ബജറ്റിൽ 25 ലക്ഷം അനുവദിച്ചത് KM മാണി സ്മാരകത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വാരിക്കോരി കേരള കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് നിലനിർത്തുകയാണ്. അവർ മുമ്പോട്ട് വെച്ച 16 ആവശ്യങ്ങൾ, ഇതിൽ 13 ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കേരള കോൺഗ്രസിനെ പാട്ടിൽ നിർത്തി വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്തുന്നു. മറുഭാഗത്ത് ലീഗിനോടൊപ്പം കുറെ തീവ്ര മുസ്ലിം വിഭാഗത്തിനെയും കൂടെ നിർത്തി UDF അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിന് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് BJP അതിശക്തമായ മത്സരത്തിലേക്ക് കടക്കുന്നത്. അവിടെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷൻ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കും എന്ന് പാർട്ടി കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.